ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ പ്രയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലുകളെന്ന് റിപ്പോർട്ട്. മെയ് 9, 10 തീയതികളിൽ പാകിസ്ഥാനിലെ എയർബേസുകൾ ലക്ഷ്യമിട്ട് നടത്തിയ തിരിച്ചടിയിൽ 15 ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ വ്യോമസേന നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ 13 എയർബേസുകളും 11നും കേടുപാടുകൾ സംഭവിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചടിക്ക് ബ്രഹ്മോസ് തെരഞ്ഞെടുത്തത് എന്നാണ് വിവരം. മെയ് 7, 8 രാത്രിയിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇന്ത്യയുടെ സംയോജിതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ ഭീഷണികളെയും വിജയകരമായി കണ്ടെത്തി നിർവീര്യമാക്കി. ഇതിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന പിറ്റേന്ന് രാവിലെ ലാഹോറിലടക്കമുള്ള പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ റഡാറുകൾ ലക്ഷ്യമിട്ട് ഏകോപിത ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. ഇതിനിടെ ഇന്ത്യയുടെ കരുത്തേറ്റ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ 17 രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. 2001 ജൂൺ 12-നാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി രാജ്യം പരീക്ഷിച്ചത്. ഇതിനുശേഷം നിരവധി അപ്ഡേറ്റുകൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വരുത്തി. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷന്റെ NBO മാസ്റ്റർ സ്റ്റേഷനും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് മാക് 3 വേഗതയിൽ വരെ കുതിക്കാനാകും. 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരം വഹിച്ച് കുതിക്കാനാകുന്ന ഈ മിസൈലിന് 800 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട്. വേഗതയ്ക്കൊപ്പം കൃത്യതയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ മുഖമുദ്ര. തറനിരപ്പിൽ നിന്ന് വെറും 10 മീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യം വരെ തരിപ്പണമാക്കാൻ കഴിയും. ശത്രുക്കളുടെ റഡാറിൽ പതിയില്ല എന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് അനായാസം ലക്ഷ്യസ്ഥാനത്തെത്തുകയും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്യും. മാക് 2.8-നും മാക് 3.5-നും ഇടയിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ പതിക്കും. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.